ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. DLED 2025-27 അധ്യയന വർഷത്തെ നമ്മളെ DLEDുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇന്റർവ്യൂ സംബന്ധമായ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ലിങ്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ലിങ്കിൽ ആദ്യം തന്നെ ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിന്റെ സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് നമ്മളെ റാങ്ക് ലിസ്റ്റ് എത്രാമത്തെ റാങ്കിലാണ്, നമ്മൾ അതിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. ഇന്റർവ്യൂവിന്റെ സമയം ചുവടെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ 15/9/2025 9 മണിക്കും, കൊമേഴ്സ് ആണെങ്കിൽ 15/9/2025 12 AM, സയൻസ് ആണെങ്കിൽ 16/9/2025 9 AM ആയിരിക്കും ഇന്റർവ്യൂവിൽ എത്തേണ്ടത്. ഇന്റർവ്യൂവിനായിട്ട് എത്തിച്ചേരേണ്ട സ്ഥലം SMV മോഡൽ HSS തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒറിജിനൽ രേഖകളും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് ഹാജരാവാത്ത വേളയിൽ ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അടുത്തൊരാളെ ആയിരിക്കും നമ്മൾ കയറ്റുക. അപ്പോൾ ഇന്റർവ്യൂവിന് കൃത്യമായ സമയത്ത് തന്നെ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാത്ത പക്ഷം നമ്മളെ ക്യാൻസൽ ചെയ്യുന്നതാണ്. പിന്നെ ഇന്റർവ്യൂവിന് ഹാജരാക്കേണ്ട യോഗ്യതാ പ്രമാണങ്ങളാണ് പറയുന്നത്. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്സുകൾ, അതായത് SSLC, +2 തുടങ്ങിയവ. പിന്നെ അവസാനം പഠിച്ചിറങ്ങിയ കോളേജിലെയോ സ്കൂളിലെയോ TC, ജനനത്തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ. സ്വഭാവ സർട്ടിഫിക്കറ്റ്സ് വേണം, അത് 6 മാസത്തിനുള്ളിൽ ലഭിച്ചതായിരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് +2 വിജയിച്ചതെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ് വേണം. ക്രിമിനൽ സർട്ടിഫിക്കറ്റ്സ് OBC വിഭാഗത്തിന് വേണം. പിന്നെ എക്സ് സർവീസ്മെൻ, ജവാൻ എന്നിവരുടെ ആശ്രിതർ, EWS, ഭിന്നശേഷിക്കാർ എന്നിവർക്കൊക്കെ ഒരു അധിക യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപന പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ ഹാജരാക്കണം. PSC തയ്യാറാക്കിയ സെലക്ട് ലിസ്റ്റിലെ ക്രമമനുസരിച്ചാണ് സെന്ററുകൾ അനുവദിക്കുക. ആയതിനാൽ ആദ്യ റാങ്കുകളിൽ പെടാത്തവർ ഓപ്ഷൻ നൽകുന്ന സെന്റർ ഏതെന്ന് മനസ്സിലാക്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആ ലിങ്കിൽ ഇപ്പൊ ഏതിനാണോ നിങ്ങൾ കൊടുത്തത് ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും. നിങ്ങളുടെ പേര്, കാസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, മാർക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, റാങ്കും കൊടുത്തിട്ടുണ്ടാവും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.